ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4:30 ആയിട്ടോ പുലർച്ച. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്കുള്ള യാത്രയാണ് ഇനി ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഇത്തവണ പോകുന്നത് ഞങ്ങളുടെ കാറിൽ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ 2-3 തവണ പോയപ്പോഴും ഞങ്ങൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് സെമി സ്ലീപ്പർ ബസ്സിൽ പോയിട്ടുണ്ട്, സ്ലീപ്പർ ബസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് കാറിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കോളേജിൽ ഒരു മണിക്ക് അവിടെ എത്തണം എന്നുള്ളതുകൊണ്ടോ ഞങ്ങൾ പുലർച്ചെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. വയനാടൊക്കെ നല്ല കോടമഞ്ഞായിട്ട് നല്ല രസമായിരുന്നു. ഞാൻ പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ശരിക്കും ഫ്രണ്ടിലുള്ള വ്യൂ നമുക്ക് വണ്ടീനെ കാണാൻ പോലും പറ്റാത്ത അത്രയും കോട ഉണ്ടായിരുന്നു. നമുക്ക് ഫോണിൽ കാണിക്കുമ്പോൾ അത്രയും കോടമഞ്ഞൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഇത്തവണ ഞങ്ങളുടെ കൂടെ ഞാനും അപ്പും മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള ചിത്രേച്ചിൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം സുൽത്താൻ ബത്തേരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട ഒരു കടയിൽ കയറി. കാരണം ആ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞങ്ങൾ അതിന് മുന്നേ ഏതെങ്കിലും കട കണ്ടുപിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അപ്പനോട് പറഞ്ഞു എനിക്ക് കുറേ മൃഗങ്ങളെ കാണണമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് എല്ലാവരും ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുരങ്ങന്മാരെ കണ്ടു, പിന്നെ ഒരു ആനേനെ കണ്ടു കേട്ടോ. പിന്നെ കുറുക്കനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ചെറിയൊരു ആനക്കൂട്ടമൊക്കെ കണ്ട്, പക്ഷെ അത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അത്രയൊന്നും മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നോക്കി തന്നെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. പിന്നെ കുറേ സൂര്യകാന്തി തോട്ടങ്ങളും ക്യാബേജും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൂര്യകാന്തിയൊക്കെ അവർ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയും അവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് നല്ല റോഡായിരുന്നു, നല്ല ഹൈവേയിൽ കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ മലകൾ, ഇങ്ങനത്തെ കുറേ നമുക്ക് നല്ല നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലങ്ങളായിരുന്നു ഫുൾ കാണാനുണ്ടായിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ കുറേ ഉറങ്ങിപ്പോയി. ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ അപ്പ് കൊടുത്തുപിടിച്ച വ്യൂ ആണ്. അങ്ങനെ ഫൈനലി ഞാൻ കോളേജിലെത്തി. കോളേജിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു സിഗ്നേച്ചറിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുള്ളത് കൊണ്ട് ചിലപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള കുന്തളിപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഫുൾ എനർജി ആയി. ശരിക്കും ഒരു 3 മണി ആവാറായിട്ടോ. നമുക്ക് പക്ഷേങ്കിൽ ഇതുവരെ ഫുഡ് കഴിക്കാൻ ഒരു നല്ല സ്ഥലവും കിട്ടിയിട്ടില്ല. ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളതൊക്കെ ഇപ്പം ഈ ഹൈവേയിലായതുകൊണ്ട് ഒട്ടും എന്താ പറയുക കടകളൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നുറുക്കും പഴവും ഓറഞ്ചും ഒക്കെ തിന്ന് അങ്ങനെ വിശപ്പടക്കി. എന്നാലും എന്തെങ്കിലും തിന്നണം. ഇവിടെയൊക്കെ ഒരു മഴക്കാറുണ്ട്. മഴയൊക്കെ പെയ്യോ വരുന്ന വഴിക്ക് ഇച്ചിരിയൊക്കെ മഴയുണ്ടായിനി. ഇപ്പൊ മഴക്കാറൊക്കെ ഉണ്ട്. ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഫൈനലി ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഇതാണ് കേട്ടോ രാഹുലേട്ടൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയതാണ്. അങ്ങനെ രാഹുലേട്ടൻ ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തൊന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് ഞങ്ങളങ്ങനെ ഇവിടെ ഒരു റൂം എടുത്തു. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു ടൂർ പോയതിനെ കൊണ്ട് നമുക്ക് അവർ അടുത്ത ദിവസമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു റൂം എടുത്തിട്ട് ഇവിടെ നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ വൈകുന്നേരമാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് പിന്നെ നൈറ്റൊന്നും കഴിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. ഞങ്ങൾ നല്ല ടയേർഡാണ്. നല്ല ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല ടയേർഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ബാംഗ്ലൂരിലെ അടുത്ത വിശേഷമായിട്ട് കാണുന്നത്. ബൈ ബൈ.